നമസ്കാരം, അഖിലാണ്. അന്നേരം നമ്മൾ ഇന്ന് രാവിലെ കേട്ടുകൊണ്ടുവന്ന വാർത്ത തന്നെ നമ്മളെ ഏവരെയും ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ കേരള മനസാക്ഷിയെ തന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു അത്. നമ്മുടെ കല്യാണിയുടെ മരണവിവരം അറിഞ്ഞപ്പോൾ ആ മരണവിവരത്തേക്കാൾ കൂടുതലായി മനുഷ്യനെ എല്ലാവരെയും മനസ്സുകൊണ്ട് വിങ്ങലിപ്പിച്ച ഒരു വാർത്തയായിരുന്നു. സ്വന്തം ഭർത്താവിൻ്റെ അനിയനായ സ്വന്തം ചെറിയച്ഛൻ ആ കുഞ്ഞിനെ ലൈംഗികമായി ക്രൂരമായി പീഡിപ്പിച്ചിരിക്കുന്ന ഒരു വാർത്ത. അതും ഒരു തവണയല്ല, പല തവണയായി കഴിഞ്ഞ 1.5 വർഷ കാലഘട്ടമായി ക്രൂരമായിട്ടുള്ള രീതിയിൽ പീഡിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അവസാനമായി പോലീസിന് അദ്ദേഹം മൊഴി നൽകിയിരിക്കുന്നത്. ഈ ഒരു കേസിന്റെ തുടക്കം തൊട്ടേ നമ്മൾ എൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യുന്നത്. ആ വീഡിയോകളെല്ലാം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തെല്ലാം നമുക്ക് ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഘടകം ഇതൊന്നുമല്ല, മറ്റൊരു പ്രശ്നം ഇതിനകത്തുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇപ്പോൾ സന്ധ്യയുടെ മറ്റൊരു മൊഴി. കാരണം ഒരേ വീട്ടിൽ തന്നെ ഞാൻ 2 പേരുടെ ഭാര്യയായി ജീവിക്കേണ്ടി വന്നു, അതേ അവസ്ഥ എൻ്റെ കുഞ്ഞിനും വരും എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ ആ മരണം സംഭവിക്കുന്ന ദിവസം സന്ധ്യ കൂടെ ആത്മഹത്യ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് സന്ധ്യയ്ക്ക് അത് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ വീട്ടിൽ സന്ധ്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ വളരെ വലുതായിരുന്നു. പക്ഷേ അത് സന്ധ്യയ്ക്ക് ആരോടും തുറന്നു പറയാൻ സാധിച്ചില്ല. പക്ഷേ തുറന്നു പറയാൻ ശ്രമിച്ചവർ സന്ധ്യയെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. കാരണം അവരെ ആരെങ്കിലും കേൾക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവരെ ആരെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത ഒരിക്കലും നമുക്ക് കേൾക്കേണ്ടി വരത്തില്ലായിരുന്നു. തിരുവൻകുളം, കുറുവാശ്ശേരി, മൂഴിക്കുളം എന്നീ സ്ഥലങ്ങളിൽ നമുക്ക് പേഴ്സണലായിട്ട് ചില വ്യക്തികളോട് നമ്മൾ തിരക്കി അറിയാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുഭാഷ് എന്ന വ്യക്തി അത്യാവശ്യം നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മദ്യപാനത്തിന്റെ പരിധി കടന്നു പോകുമ്പോഴത്തേക്ക് മിക്ക ദിവസങ്ങളിൽ ഇയാൾ ഓരോരോ ജോലിയുടെ ആവശ്യങ്ങളായിട്ട് പല സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മദ്യപിച്ച് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും വരാതിരുന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറായിരുന്നു സുഭാഷ് എന്നുള്ള വ്യക്തിക്ക്. അന്നേരം ഈ ഒരു അവസ്ഥ പലപ്പോഴും സുഭാഷിന്റെ അനിയൻ മുതലെടുത്തു. അതാണ് ഈ കുടുംബത്തിൽ സംഭവിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഭാഷ് ഇല്ലാത്ത പല സമയങ്ങളിലും സുഭാഷിന്റെ അനിയനായിട്ടുള്ള ഈ പ്രതി പലപ്പോഴും അവിടെ കടന്നു ചെല്ലും. കാരണം ഇവരുടെ എല്ലാം വീടുകളെല്ലാം വളരെ അടുത്തടുത്ത പ്രദേശങ്ങളാണ്. അന്നേരം ഈ പ്രതിയായിട്ടുള്ള വ്യക്തി ആ കുടുംബവുമായിട്ട് വളരെ ഇന്റിമസി കീപ്പ് ചെയ്യുകയും ഇദ്ദേഹം ഇല്ലാത്ത സമയങ്ങളിൽ പലപ്പോഴും സന്ധ്യയോട് പോലും മോശമായി പെരുമാറിയിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇത്തരം പെരുമാറ്റങ്ങളെ കുറിച്ച് സന്ധ്യ പലപ്പോഴും സുഭാഷിനോട് പറയാൻ ശ്രമിച്ചപ്പോഴത്തേക്കും അവരുടെ വീട്ടിനുള്ളിൽ തന്നെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സന്ധ്യ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ സന്ധ്യ ഇവരെയെല്ലാം വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഈ ഒരു കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ സന്ധ്യ ഒറ്റപ്പെടുത്തുകയായിരുന്നു ഈ സുഭാഷിന്റെ അമ്മയും മറ്റു ബന്ധുക്കളും എല്ലാവരും കൂടെ ചേർന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനകത്ത് വില്ലനായി നിന്നത് ആരാണെന്ന് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ നമുക്ക് എല്ലാവരും കണ്ടതാണ്, ആ കുഞ്ഞിന്റെ മൃതദേഹം ആ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഏറ്റവും വികാരഭരിതനായിട്ടുള്ള അഭിനയം കാഴ്ചവെച്ചത് ഈ പ്രതിയാണ്. അപ്പോൾ തന്നെ പോലീസിനും മറ്റുള്ള ജനങ്ങൾക്കും ഒരു ചെറിയ സംശയം തോന്നിയിട്ടുണ്ടെങ്കിലും നമ്മളെല്ലാം ആ ഒരു രീതിയിൽ മാത്രം അതിനെ എടുത്തു കളഞ്ഞു. പക്ഷേ ഇദ്ദേഹം എത്രത്തോളം വലിയ ഒരു ക്രിമിനൽ ആണെന്ന് നമുക്ക് ഇപ്പോൾ മാത്രമാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. സന്ധ്യയോട് പോലും പലപ്പോഴും കാണിച്ച പല പെരുമാറ്റങ്ങളും സന്ധ്യയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾ ഉപയോഗിച്ചു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പക്ഷെ അതൊന്നും പുറത്തു വിടാറായിട്ടില്ല. ചില കാര്യങ്ങൾ വെച്ചിട്ട് സന്ധ്യയെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് സന്ധ്യയോടും ഇത്തരം മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പെരുമാറ്റം സ്വന്തം കുഞ്ഞിനോട് പല തവണയായി കാണിച്ചപ്പോഴത്തേക്ക് സന്ധ്യ കുഞ്ഞിനോട് ദേഷ്യപ്പെട്ടു തുടങ്ങി. ആ കുഞ്ഞിനെ അവിടെ നിന്ന് ഒഴിവാക്കാനായിട്ട് പല സമയം ശ്രമിച്ചപ്പോഴത്തേക്കും ഈ സുഭാഷിന്റെ വീട്ടുകാരും മറ്റുള്ളവരും എതിർത്തു. അന്നേരം ഇത്തരം എതിർപ്പിന്റെ ഇടയിൽ പൂർണ്ണമായും ഒറ്റപ്പെടുകയായിരുന്നു സന്ധ്യ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ കുട്ടിക്ക് മാനസികമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും ഒറ്റപ്പെടുകയാണ് ഒരു കുടുംബത്തിൽ. ആരോടും ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ആൾക്കാർ അതിനെ വേണ്ട രീതിയിൽ എടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വന്തം വീട്ടുകാരോട് പോലും പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് ആ ഒരു പെൺകുട്ടി ആ വീട്ടിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. അതുകൊണ്ട് മാത്രമാണ് അവൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. സന്ധ്യ എന്ന പെൺകുട്ടിയെ ആരെങ്കിലും ഒന്ന് കേൾക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് അറിയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഇത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത്. കല്യാണം അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികളെ അവരുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ ആ ബാധ്യത കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഒഴിവാക്കപ്പെടുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ ഉള്ളിൽ എന്താണെന്ന് നമ്മൾ പലപ്പോഴും അറിയുക. ചിലപ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പറച്ചിലിനിടയിൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ വന്നു പല പ്രശ്നങ്ങളും നമുക്ക് മുമ്പ് നമ്മൾ ചില സ്ത്രീധനപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കേട്ടപ്പോഴും അല്ലെങ്കിൽ മറ്റ് കൊലപാതകങ്ങൾ നടന്നപ്പോഴും ചില ആത്മഹത്യകൾ നടന്നപ്പോഴും ആ പെൺകുട്ടികളെ കേൾക്കാനായിട്ട് സ്വന്തം രക്ഷിതാക്കൾ പോലും തയ്യാറായിട്ടില്ലായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കുട്ടികളൊക്കെ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതിന്. ഇത് തന്നെയാണ് ഈ ഒരു കുടുംബത്തിലും ഇപ്പോൾ തിരുവനന്തപുരം എന്ന സ്ഥലത്ത് സംഭവിച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യയെ മനസ്സിലാക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ സന്ധ്യ എന്താണെന്ന് മനസ്സിലാക്കാൻ സന്ധ്യയുടെ സ്വന്തം കുടുംബം പോലും തയ്യാറായിരുന്നില്ല.
അതുകൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു അപകടം നമ്മുടെ നാട്ടിൽ സംഭവിച്ചത്. ഇതിനകത്ത് ഇനി മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയുള്ളൂ. കാരണം ഈ സുഭാഷ് എന്ന വ്യക്തിയുടെ അനുജന്റെ തെളിവെടുപ്പും കാര്യങ്ങളും കൂടുതലായിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് കക്ഷി എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് കുട്ടിയോട് ചെയ്തിരിക്കുന്നത്, എത്രമാത്രം ക്രൂരമായ രീതിയിലാണ് ആ കുട്ടിയെ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വാർത്തകളെല്ലാം നമ്മൾ ഇനി അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്ത് തന്നെയായാലും മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞിനും ഇത്തരം ഒരു ഗതികേട് വരാതിരിക്കട്ടെ. ഇത്തരം അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ചെയ്യുന്ന കുറ്റവാളികളെ സമൂഹത്തിൽ നിന്നും പൂർണ്ണമായും തുടച്ചു മാറ്റാൻ നമ്മൾ നമ്മുടെ നിയമത്തോട് തന്നെ പ്രതികരിക്കുക തന്നെ വേണം. കാരണം നിയമത്തോടും നിയമവ്യവസ്ഥയോടുമുള്ള ബഹുമാനക്കുറവ് അല്ലെങ്കിൽ അതിനോടുള്ള ഭയക്കുറവ് കൊണ്ട് മാത്രമാണ് ഇത്തരം കുറ്റവാളികൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിർത്തുന്നു. അഖിൽ വിഷം, സൈനിങ് ഔട്ട്. ബൈ.